നമസ്കാരം. അഗോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഗജകേശ്വരി യോഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, വ്യാഴം വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് വന്നിട്ട്. എന്നാൽ ആ വ്യാഴം ഇപ്പോൾ ഇന്ന് മുതൽ, അതായത് 28-ാം തീയതി, ജൂൺ 28-ാം തീയതി മുതൽ അതിൻ്റെ പവർ കൂടി വരികയാണ്. അതായത് അത് അതിൻ്റേതായ ഗുണങ്ങൾ നൽകാൻ തുടങ്ങുന്ന ഒരു സമയമായി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കാരണം വ്യാഴം ഏറ്റവും ശക്തമാനാവുകയാണ് കർക്കിടകം രാശിയിൽ. വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കൂടിയാണ് കർക്കിടകം രാശി. എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു ഉച്ചക്ഷേത്രവും ഒരു നീചക്ഷേത്രവും ഉണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകം രാശിയും നീചക്ഷേത്രം മകരം രാശിയുമാണ്. അതായത് നേരെ 7-ാം ഭാവം ഒരു ഗ്രഹത്തിന് നീചരാശിയായിരിക്കും. ഉച്ചരാശി ഏതാണോ അതിൻ്റെ 7-ാം ഭാവം ആ ഗ്രഹത്തിന് നീചരാശിയായിരിക്കും. അപ്പം നമ്മളോട് മനസ്സിലാക്കേണ്ടത്, വ്യാഴം ചിലർക്ക് ഇന്നു മുതൽ അങ്ങോട്ട് കുറച്ചു കാലം, ഏകദേശം 200 ദിവസത്തോളം, ഒരു മാക്സിമം ഒരു 5 മാസം സംതിങ് ഗുണം കിട്ടുന്ന സമയമാണ്. കിട്ടും എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപാടധികം ദുരിതം അനുഭവിച്ചവരുണ്ടാകാം, വളരെ ബുദ്ധിമുട്ടിയവരുണ്ടാകാം. ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടാകാം. അവർക്ക് ഒരാശ്വാസമാണ് വ്യാഴം. മാത്രമല്ല, ശനിയുടെ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി, ജന്മശനി, ഇങ്ങനെയുള്ള രൗദ്ര ആ കറുത്ത കൈകളിൽ നിന്നും രക്ഷ നേടുകയാണ് ആ ദുരിതമനുഭവിച്ച നക്ഷത്രക്കാർ. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ശനിയുടെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാൻ പോകുന്ന 5 രാശിക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് പറയാൻ. 5 രാശിയിൽ വരുന്ന 15 നക്ഷത്രക്കാർ, ഇവർക്ക് ജീവിതത്തിൽ ദുരിതം അനുഭവിച്ചതിനെല്ലാം ഇരട്ടിയായിട്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. അതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ വിഷയം. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. നിങ്ങൾക്ക് ധാരാളം ജീവിതത്തിന് ഗുണമാകുന്ന വിഷയങ്ങൾ ഈ ചാനലിലൂടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. നിങ്ങളുടെ ജാതകം, അതായത് നമ്മുടെ ജാതകത്തിൽ വ്യാഴം 2, 5, 7, 9, 11 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ജ്യോത്സ്യന്മാരെ കൊണ്ട് ഒന്ന് നിങ്ങളുടെ ജാതകം പരിശോധിപ്പിക്കുക. നിങ്ങളുടെ ജാതകം പരിശോധിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ജാതകത്തിൻ്റെ കോപ്പിയോ, ജാതകം ഇല്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് അറിയുമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കുക. കാരണം നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നികത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗുണങ്ങളൊക്കെ ലഭിക്കും. തിരിച്ച് വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ പ്രതികൂലനായി നിൽക്കുന്നതെങ്കിൽ ചാരവശാൽ വ്യാഴം മാറുമ്പോൾ അനുകൂല ഗുണങ്ങൾ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ജാതകത്തിൽ വ്യാഴം അനുകൂലനാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ജീവിത സുഖങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ലാത്ത കാര്യമാണ്. ആരും അത് തർക്കിക്കാറുമില്ല. കാരണം എന്താ വെച്ചാൽ വ്യാഴം നമ്മുടെ ജാതകത്തിൽ ഏറ്റവും ശുഭഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. പക്ഷെ ആ വ്യാഴം ഈ പറയുന്ന 2, 5, 7, 9, 11 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും ഗുണമാണ്. ഇപ്പൊ മിഥുനം രാശിക്കാർക്ക് ഈ വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും. കാരണം ലഗ്നത്തിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ച ആൾക്കാരാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർദ നക്ഷത്രക്കാർ.
ഇവർക്ക് ഈ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറിയതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുക, അതിന് മടിച്ചു നിൽക്കരുത്. ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നികത്തി മുന്നോട്ട് നല്ല ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് എൻ്റെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിലും അറിയിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരു സമയമുണ്ട്. ആ ബുദ്ധിമുട്ട് വെച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ രൂക്ഷമായ ബുദ്ധിമുട്ട് തന്നെ ആവുകയുള്ളൂ. കാരണം ഒരു സമയത്ത് ഒരു അസുഖമാണെങ്കിലും നമ്മൾ ആ വേഗം ചികിത്സിക്കുമ്പോൾ ആ അസുഖം പൂർണ്ണമായിട്ട് മാറും. അതല്ല, വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നീട് ആ അസുഖം മാറാതെ വരികയും ധാരാളം സാമ്പത്തിക ചെലവ് വരികയും ദുരിതം അനുഭവിക്കേണ്ടി വരികയും എന്നാൽ അതിൽ നിന്നൊരു റിക്കവർ ഉണ്ടാകാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജാതകത്തിലെ കാര്യങ്ങളും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ജാതകം. എന്നിട്ട് ജാതകമില്ലാത്തവർ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നന്ദി, നമസ്കാരം. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് മിഥുനം രാശിയിൽ വ്യാഴം ഇതുവരെ കുറച്ചു കാലം മിഥുനം രാശിയിൽ തന്നെ ആയിരുന്നു, 1.5 വർഷത്തോളം. അവിടെ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറിയിട്ട് ഏകദേശം കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ, കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ ആയിട്ടുള്ളൂ. പക്ഷേ ഈ മിഥുനം രാശിക്കാർക്ക് അന്ന് മുതൽ ദുരിത കാലഘട്ടമായിരിക്കും. കാരണം വ്യാഴം നിൽക്കുന്നത് 1.5 വർഷക്കാലമാണെങ്കിൽ ആ 1.5 വർഷക്കാലം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചവരായിരിക്കും കൂടുതലുണ്ടാവുക. എന്നാൽ ഇപ്പോൾ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് മാറിയിട്ട് കുറച്ച് സമയമായി എങ്കിൽ പോലും വ്യാഴത്തിന്റെ പൂർണ്ണ ഗുണം കിട്ടാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മുതൽ ജൂൺ 28 എന്ന് പറഞ്ഞ ഞായറാഴ്ച മുതൽ അങ്ങോട്ട് ഒരു 5 മാസക്കാലം വ്യാഴം പൂർണ്ണ ഗുണം ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഒരു ഗജകേശ്വരി യോഗം, യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഗജകേശ്വരി യോഗം. അങ്ങനെയുള്ള ഒരു ജാതകക്കാര്, അതായത് വലിയ വലിയ സമ്പന്നരൊക്കെ അവരുടെ ജാതകം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഗജകേശ്വരി യോഗം ഉണ്ടായിരിക്കും. കാരണം എല്ലാ ദുരിതദോഷങ്ങളെയും മറ്റുള്ള എല്ലാ ദോഷയോഗങ്ങളെയും ഈ ഒരൊറ്റ യോഗം കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷം വിശേഷിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു യോഗം പലർക്കും ലഭിക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മിഥുന രാശിക്കാർക്ക്, മിഥുന രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം ഈ കർക്കിടക രാശിയിലേക്ക് മാറിയതോട് കൂടിയിട്ട് 2ാം ഭാവത്തിലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും തരിക. എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നിറഞ്ഞൊരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കുക, വ്യാഴം നിങ്ങളുടെ ജാതകത്തില് 2, 5, 7, 9, 11 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ജീവിതത്തിൽ തടസ്സങ്ങളും ഉണ്ടാവില്ല, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങളുടെ ജീവിതം വളരെ സമ്പന്നതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നതായിരിക്കും. വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു ഭാവങ്ങൾ ഒഴികെ മറ്റുള്ള ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ വ്യാഴം ദോഷകാരകനാവും എന്നുള്ളതാണ്. അതിന്റെ ഭാവത്തിനനുസരിച്ച് വ്യാഴത്തിന്റെ ദോഷകാഠിന്യം കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം, മിഥുനം രാശിയിൽ വരുന്ന മകീരം, തിരുവാതിര, പുണർന്ന നക്ഷത്രക്കാർക്ക് വ്യാഴം 2ാം ഭാവത്തിലേക്ക് വന്നു, അതിന്റെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് മിഥുനം രാശിക്കാർക്ക് ഏറ്റവും നല്ല ഗുണത്തിൽ ഒന്നാണ് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന പല വിഷയങ്ങളും, നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു 5 മാസം 6 മാസ കാലത്തിന്റെ ഉള്ളിൽ ഇവർക്ക് നടന്നു കിട്ടാൻ യോഗമുണ്ട്. അതായത് 2026 ജൂൺ 28 ഞായറാഴ്ച മുതൽ അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും ഗുണകരമായ ഒരു സമയത്തിലൂടെയാണ് മിഥുന രാശിക്കാർ കടന്നു പോകുന്നത്. സമ്പത്ത്, ഐശ്വര്യം, അഭിവൃദ്ധി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുക, ജോലിയിൽ പുരോഗതി ഉണ്ടാവുക. നിങ്ങളുടെ പലവരും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവമുള്ളവർക്ക് തിരിച്ച് നിങ്ങളുടെ വിജയം കണ്ട് കണ്ണുകടിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് മിഥുന രാശിക്കാർ എത്താൻ പോകുന്നത്. വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാ സർവ്വസമ്പത്തുകളും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വീട് വേണോ, നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വാഹനം മേടിക്കാനുള്ള അവസരം വന്നു ചേരും. പഴയ വീട് പുതുക്കി പണിയാനാ ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരം വരും. ഞാൻ എങ്ങനെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾ ഒരാളും ഒരു യോഗങ്ങളും വെറുതെ ലഭിക്കുകയില്ല. നമ്മൾ സ്വയം നമ്മുടെ മേഖല ഏതാണോ, നമ്മുടെ കർമ്മ മേഖല ഏതാണോ അതിൽ നമ്മൾ
പൂർണ്ണമായിട്ടും സജ്ജമായി നിൽക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനനേട്ടമാണ് മിഥുന രാശിക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങൾ, അമ്പലപ്പുഴ, തിരുപ്പതി ഇങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണുവിനെ കണ്ട് പ്രാർത്ഥിച്ചു തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്തു പോരുക. എല്ലാ വ്യാഴാഴ്ചകൾ തോറും ഭാഗ്യസൂക്തം തുടർച്ചയായി ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ, നേരത്തെ പറഞ്ഞ മാതിരി ജാതകത്തിൽ വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ദോഷം നീങ്ങി ഗുണത്തിലേക്ക് എത്താൻ ഒരു വഴി വരും. എന്തായാലും മിഥുന രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി കന്നി രാശിയാണ്. ഇത് പറഞ്ഞ മാതിരി തന്നെയാണ് കന്നിക്കൂറുകാർക്കും. കന്നിക്കൂറിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന വ്യാഴം ഈ കർക്കിടം രാശിയിൽ നിൽക്കുന്നതുകൊണ്ട് 11ാം ഭാവത്തിലാണ് ആ വ്യാഴം സഞ്ചരിക്കുന്നത്. 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങൾക്കും അനുകൂലമായ ഒരു രാശിയാണ് 11. 11 നിൽക്കുന്ന ഏത് ഗ്രഹവും നമുക്ക് നന്മകളെ ചെയ്യുകയുള്ളൂ. ഗുളികനാണെങ്കിൽ പോലും 11 നിന്ന് കഴിഞ്ഞാൽ സർവസമ്പത്തും നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ 11ാം ഭാവത്തിലാണ് കന്നി രാശിക്കാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. അവർക്ക് ഏറ്റവും നല്ല ഒരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. സമ്പത്ത് ഉണ്ടാകും. കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചവർക്ക് ആ ദുരിത ജീവിതത്തിൽ നിന്നൊരു മോചനമാണ് ലഭിക്കാൻ പോകുന്നത്. വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ശനിയുടെ കണ്ടകശനിയിൽ നിന്നും മോചനം നേടാൻ നിൽക്കുന്നവരാണ് കന്നി രാശിക്കാര്. ആ ശനിയുടെ കറുത്ത കരങ്ങളിൽ നിന്നും വ്യാഴത്തിന്റെ അനുകൂലമായ അവസ്ഥയിലൂടെ, വ്യാഴത്തിന്റെ പ്രസന്നതയിൽ ആ ശനിയുടെ കറുത്ത കരങ്ങൾ വിട്ട് നിങ്ങളെ സമ്പത്തിലേക്ക് എത്തിക്കാൻ ആ വ്യാഴം ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു 5 മാസക്കാലത്തിനുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങൾ പുതിയ വീടുകളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് അതിന് സാധിക്കും. അതിന് പല വഴികൾ വരും. നാനാ വഴികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും പണം ഉണ്ടായിട്ടല്ല പലതും ചെയ്യുന്നത്. പക്ഷെ പല വഴികളിലൂടെ അവർക്ക് സഹായങ്ങൾ വന്നു ചേരും. അതുപോലെ നിങ്ങൾക്കും ഈ പറയുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും പല വഴിയിലൂടെയും ധനസഹായം വന്നു ചേരും. ചിലപ്പോ തൊഴിലിടത്തിൽ നിന്നായിരിക്കാം, ചിലപ്പോ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കാം പണം വരിക. അതുപോലെ സമ്പത്ത് വന്നു ചേരും. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. അതുപോലെ ഉല്ലാസയാത്രകൾ നടത്താൻ നിങ്ങൾക്ക് യോഗം കാണുന്നു. സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാക്ഷാൽ മഹാവിഷ്ണു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി ലഭിക്കാൻ, നല്ല ജോലി, നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. പലരും യോഗ്യത ഉണ്ടായിട്ടും പല ചെറിയ ചെറിയ തൊഴിൽ ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ മാറി അവർ ഉദ്ദേശിച്ച ആ ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂലമായ ഒരു സാഹചര്യമാണ്. 11 നിൽക്കുന്ന വ്യാഴം നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കും. അപ്പൊ സർവസമ്പന്നതയിലേക്കാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. കാരണം കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു 5 മാസക്കാലത്തിനുള്ളിൽ നടന്നു കിട്ടും. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതൊരു ഗജകേശ്വരി യോഗമാണ്. 11 നിൽക്കുന്ന വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യഥാശക്തി നിങ്ങളുടെ നാട്ടിൽ എവിടെയാണോ വിഷ്ണു ക്ഷേത്രം ഉള്ളത് അവിടെ ദർശിച്ച് ഭഗവാന് ഭാഗ്യസൂക്തം, പാൽപായസം തുടങ്ങിയ വഴിപാടുകൾ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ ചെയ്യുക. അതിന് കഴിയാത്തവർ 30 വ്യാഴാഴ്ച ചെയ്യുന്നത് നന്നായിരിക്കും. എല്ലാ മാസത്തിലെയും 30 വ്യാഴാഴ്ച ഭഗവാന് ഈ പാൽപായസവും അതുപോലെ തന്നെ ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരും നാളും ചേർത്ത് ചെയ്യിപ്പിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. സാധിക്കുന്നവർ മഹാക്ഷേത്രങ്ങളൊക്കെ ദർശിക്കുക, യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് ഈ വ്യാഴത്തിന്റെ ഈ ഒരു കർക്കിടം രാശിയിലുള്ള ആ ഒരു നിൽപ്പ് കൊണ്ട് ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത്. വ്യാഴം പൂർണ്ണ ബലവാനായിട്ടാണ് വരുന്നത്. 2026 ജൂൺ 28 ഞായറാഴ്ച മുതൽ വ്യാഴത്തിന്റെ ആ പ്രഭാവം വർദ്ധിക്കുകയാണ്, ശക്തി വർദ്ധിക്കുകയാണ്. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ഏറ്റവും ശക്തമാനാണ്.
കർക്കിടകം രാശി വ്യാഴത്തിന് ഉച്ചരാശിയാണ്. ആ ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം ബലവാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഗുണങ്ങൾ നൽകാൻ ആ വ്യാഴത്തിന് ശക്തിയുണ്ട്. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം എവിടെയാണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മോശ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് പരിഹാരം ചെയ്യേണ്ടി വരും. അങ്ങനെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലാതെ വരുമ്പോൾ പൂർണ്ണത ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണത നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാവുക, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കുടുംബം പോറ്റാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ ഒരു ജീവിതം കഴിഞ്ഞു പോകുന്നുണ്ട് എന്നല്ലാതെ നാളേക്ക് ഒരു മിച്ചം പിടിക്കാനോ ഒരു 10 രൂപ മാറ്റി വെക്കാനോ ഒരു സേവിങ് നടത്താനോ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്നത്. അതിനൊരു കാരണം നമ്മുടെ ജാതകത്തിൽ വ്യാഴം അനുകൂലനല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യവും നമുക്ക് നടക്കാതെ വരും. ഒരു പൂർണ്ണത ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മൾ ജീവിക്കും, കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ജീവിച്ച് മരിക്കേണ്ടി വരും. അങ്ങനെയാണ് പലരും ജീവിച്ചു പോകുന്നത്. പക്ഷെ അവർ പൂർണ്ണത ഉണ്ടാവില്ല ജീവിതത്തിൽ. അപ്പൊ വ്യാഴം അനുകൂലനല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കട്ടെ. പരിശോധിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താൽ പോലും വ്യാഴം പ്രസാദിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന അനുകൂലങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ വൃശ്ചിക രാശി വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്കാണ് എനിക്ക് പറയാൻ പോകുന്ന ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ വീടില്ലാത്തവരാണെങ്കിൽ, വാടക വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലം വാങ്ങിച്ച്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റും, ഒരു വസ്തു വാങ്ങിക്കാൻ പറ്റും, ഒരു 5 സെന്റ് വസ്തുവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൽ ഒരു ചെറിയ വീടെങ്കിലും പണിയാൻ കഴിയും. വാടക വീട്ടിൽ നിന്ന് മാറി സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള അവസരം വന്നു ചേരുമെന്നാണ് ഈ വ്യാഴത്തിന് നിൽപ്പുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ശ്രമം പാഴായി പോകില്ല എന്നുള്ളതാണ്. വ്യാഴം അനുകൂലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രമങ്ങളൊന്നും പാഴായി പോകില്ല. നിങ്ങൾ വിജയിക്കുക തന്നെ ജീവിതത്തിൽ ഉണ്ടാകും. അതുപോലെ തന്നെ പഴയ ഒരു വാഹനം മാറ്റി പുതിയൊരെണ്ണം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള യോഗങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. സമ്പത്ത് വർദ്ധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പുതിയ ജോലി സ്ഥാനക്കയറ്റം ഉണ്ടാവുക, പുതിയ ജോലിക്ക് കയറുക, ഉള്ള ജോലിയിൽ മേലുദ്യോഗസ്ഥരുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയുക, അവരുടെ പ്രീതി കൊണ്ട് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുക, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും, സംഭവിച്ചിരിക്കും. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ മഹാവിഷ്ണുവിനെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, ലക്ഷ്മി ദേവിക്ക് വഴിപാടുകൾ ചെയ്യുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം കഴിപ്പിക്കുക, പാൽപായസം കഴിപ്പിക്കുക, മഹാക്ഷേത്രങ്ങൾ ദർശിക്കാൻ കഴിയുന്നവർക്ക് ദർശിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്ത രാശി മകരം രാശിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിന്റെ ഈ ഒരു നിൽപ്പ് കൊണ്ട് ഗുണങ്ങളൊക്കെ ലഭിക്കാൻ പോവുകയാണ്. 7ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മകരം രാശിക്കാർക്ക് 7ൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളെ പല ഉന്നത പദവികളിലേക്കും എത്തിക്കാൻ യോഗമുണ്ട്. ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്ക് വിള്ളൽ വന്നിട്ടുള്ളവരാണെങ്കിൽ അത് സ്വരച്ചേർച്ച വരുന്നതായിരിക്കും. അതായത് നമ്മൾ ആ സ്വരച്ചേർച്ച ഇല്ലായ്മയിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കുന്നവരാണെങ്കിൽ അവർ കൂടിച്ചേരുക ചെയ്യും, സ്വരച്ചേർച്ച ഉണ്ടാവുക ചെയ്യും. അതുപോലെ നല്ല കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും, വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് ജോലിക്ക് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വിദേശ യാത്രയ്ക്ക് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരം വരും. വിദേശത്ത് നിന്നും ധാരാളം പണം വന്നു ചേരാൻ യോഗം കാണുന്നു. നിങ്ങൾക്ക് പലർക്കും, ഈ നക്ഷത്രത്തിൽ പെടുന്ന പലർക്കും വിദേശത്ത് നിന്ന് ധാരാളം ധനസഹായം ലഭിക്കാൻ ഇടവരും എന്നുള്ള കാര്യത്തിലാണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർ, അതായത് ഈ വസ്തു വിൽപ്പന നടത്തുന്നവർക്കൊക്കെ ഒരു അപ്രതീക്ഷിത ധനനേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്രതീക്ഷിതമായ ധനനേട്ടം നിങ്ങളെ തേടിയെത്തും. വസ്തു വിൽപ്പനക്കാർക്കൊക്കെ ഒരു ഗുണകരമായ അവസ്ഥയാണ് വ്യാഴത്തിന്റെ ഈ പ്രൗഢി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ഗുണങ്ങളും നിങ്ങളെ തേടിയെത്തും മകരം രാശിക്കാരെ. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് സർവ്വ സൗഭാഗ്യങ്ങളോടെയും കടന്നു പോകുന്ന ഒരു 5 മാസക്കാലമാണ് ഇനി ഉണ്ടാവുക. ജൂൺ 28 ഞായറാഴ്ച മുതൽ അങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നുള്ളതാണ്. അതാണ് ഗജകേശ്വരി യോഗത്തിന്റെ പ്രത്യേകത. ഗജകേശ്വരി യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ പോലും അറിയാതെ നമ്മൾ സമ്പന്ന രീതിയിലെത്തുക. സമ്പത്ത് മാത്രമല്ല, നമ്മൾ സമ്പത്ത് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഏത് ജോലി കിട്ടിയാലും നമുക്ക് സമ്പത്തായി, അത് എന്ത് തന്നെയായാലും നമുക്ക് സമ്പത്തായി. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളെല്ലാം നമ്മുടെ സമ്പത്താണ്.
അപ്പോൾ നമുക്ക് ഈ കുട്ടികളില്ലാത്തവരാണെങ്കിൽ സന്താനങ്ങൾ ലഭിക്കാൻ ഇടവരിക, ഇതൊക്കെ നമ്മുടെ സമ്പത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് മഹാക്ഷേത്രങ്ങൾ ദർശിക്കുക. അതിന് കഴിയാത്തവർ നമ്മുടെ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം ദർശിച്ച് യഥാശക്തി ഭാഗ്യസൂക്തം ചെയ്യുക. അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ ഇടവരും. കനകധാര സ്തോത്രം നിങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. അതൊക്കെ നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. എന്തായാലും ഈ രാശി അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത രാശി ഏതാണ് നോക്കാം. അടുത്ത രാശി മീനം രാശിയാണ്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും ഈ വ്യാഴത്തിന്റെ ഈ നിൽപ്പ് കൊണ്ട് ഏറ്റവും ഗുണങ്ങളായിരിക്കും ലഭിക്കുക. ഇവരെ സംബന്ധിച്ച് 5ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ബലവാനായ ഒരു അവസ്ഥയിലാണ് 5. ധനം കുമിഞ്ഞുകൂടും എന്ന് തന്നെ പറയാം. ധനം പലർക്കും അവരറിയാതെ തന്നെ വന്നു ചേരും. ഈ നക്ഷത്രക്കാർക്ക് ഇവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും. ഇത്രയും കാലം നടന്നു കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന, പലതിനും ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ടവർക്ക് ഈ 5 മാസത്തിന്റെ ഉള്ളിൽ തന്നെ പല കാര്യങ്ങളും നടന്നു കിട്ടാൻ ഇടവരും എന്നുള്ളതാണ്. വ്യാഴത്തിന്റെ സ്വന്തം രാശിയാണ് മീനം രാശി. അതിൽ നിൽക്കുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ അവസ്ഥ തന്നെയും ജീവിതത്തിൽ ഉണ്ടാവുക. ഏറ്റവും സമ്പത്ത് വരുന്ന സമയമായിരിക്കും. പുതിയ വാഹനം വാങ്ങിക്കാൻ, അല്ലെങ്കിൽ പഴയ വാഹനം മാറ്റി പുതിയൊരെണ്ണം സംഘടിപ്പിക്കാനോ ഒക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും ഈ പറയുന്ന മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. പുതിയ വിവാഹ ആലോചനകൾ വരിക, പുതിയ നല്ല നല്ല ബന്ധങ്ങൾ വന്നു ചേരുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പുതിയ നല്ല നല്ല ബന്ധങ്ങൾ ഈ സമയത്ത് വന്നു ചേരും. വിവാഹം കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല നല്ല സന്താനങ്ങൾ ഉണ്ടാവാൻ യോഗമുള്ള സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ശ്രമം ഈ സമയത്ത് പാഴാവില്ല. അവിടെ ജോലി ലഭിക്കും. അപ്രതീക്ഷിതമായ ഫോൺ കോളോ നിങ്ങൾക്ക് വരും. ജോലി ശരിയായിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ പുതിയൊരു വിസ നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ളത്. അത് യൂറോപ്യൻ കൺട്രിയിലേക്കായാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നടന്നിരിക്കും. എവിടെ നിങ്ങളെ പോകാൻ ആഗ്രഹിച്ചോ അത് നടന്നിരിക്കും. ജീവിതത്തിൽ സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ പറയുന്ന നക്ഷത്രക്കാർ കടന്നു പോകുന്നത്. അതായത് ഈ ഉല്ലാസയാത്രയ്ക്കൊക്കെ അനുകൂലമായ സമയമാണ്. അതേ ആത്മീയ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, കൈലാസം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആത്മീയ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല അനുകൂലമായ സമയമാണ്. എന്തിനധികം പറയുന്നു, വ്യാഴം പ്രസാദിച്ചു കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ കാൽച്ചുവട്ടിൽ എത്തിയിരിക്കും. ആ മഹാവിഷ്ണുവിനെ, ആ ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ആ ഭഗവാൻ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ഇനി എത്ര വഴിപാട് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിലും നമ്മുടെ ഒരു മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മതി ജീവിതം മാറി മറയാൻ. എന്തായാലും മീനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, ഈ പറയുന്ന നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതം മാറി മറയേണ്ട വരും. നിങ്ങളുടെ ഇവിടെ ശക്തിയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട് എല്ലാ മാസവും കറുത്ത വാവിന്. നിങ്ങളുടെ നക്ഷത്രവും പേരും നിങ്ങളുടെ കുടുംബങ്ങളുടെയും നക്ഷത്രവും പേരും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിൽ പൂജയിൽ നിങ്ങളെ, പുഷ്പാഞ്ജലിയിലും നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.